ആദിയോഗിയുടെ കഥ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിന്റെ മലനിരകളിൽ ആഴമായ ധ്യാനത്തിൽ മുഴുകിയ ഒരാളുണ്ടായിരുന്നു. അവനെ ലോകം ഇന്ന് ആദിയോഗി എന്നും വിളിക്കുന്നു. ലോകത്തിലെ ആദിയോഗി അഥവാ യോഗത്തിന്റെ മൂലാധാരം. ആദിയോഗി കണ്ണുകൾ അടച്ചു അനന്തമായ സാന്നിധ്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റും 7 മഹർഷിമാർ എത്തി. ഇവരെയാണ് സപ്തർഷികൾ എന്ന് വിളിക്കുന്നത്. അവർക്ക് യോഗത്തിന്റെ രഹസ്യങ്ങൾ അറിയണമെന്നു തോന്നി. ആദിയോഗി ആദ്യം ഒന്നും പറഞ്ഞില്ല. മാസങ്ങളോളം, വർഷങ്ങളോളം അദ്ദേഹം ചലനമില്ലാതെ ധ്യാനത്തിൽ ഇരുന്നു. പിന്നീട് സപ്തർഷികളുടെ ആത്മാർത്ഥത കണ്ടപ്പോൾ അദ്ദേഹം തന്റെ അറിവ് പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആദിയോഗി മഹാദേവൻ യോഗത്തിന്റെ ശാസ്ത്രം 7 ദിക്കുകളിലേക്ക് വിതരണം ചെയ്തു. 1. ശരീരവും മനസ്സും നിയന്ത്രിക്കുന്ന രീതികൾ. 2. ശ്വാസത്തിന്റെ ശക്തി. 3. ധ്യാനത്തിന്റെ ആഴം. 4. പ്രകൃതിയോടുള്ള ഐക്യമെല്ലാം അദ്ദേഹം പഠിപ്പിച്ചു. ഈ അറിവ് ലോകമെമ്പാടും സപ്തർഷികൾ പ്രചരിപ്പിച്ചു. അങ്ങനെ യോഗം മനുഷ്യന്റെ ആത്മീയ വളർച്ചയ്ക്കും ശരീരമനസ്സിന്റെ സമത്വത്തിനും വഴിയൊരുക്കി. ഇന്നും ശിവനെ ആദിയോഗി എന്ന് വിളിക്കുന്നതിന്റെ കാരണം അദ്ദേഹം മനുഷ്യർക്കു നൽകിയ ഏറ്റവും വലിയ വരദാനം യോഗം തന്നെയാണ്.